ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ഇതിനു മുന്നേ 1-2 ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഈ വീഡിയോയെ പറ്റി പറയാനൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഭംഗി കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തു വയ്ക്കുക. എൻ്റെ ഈ ചാനൽ ഇപ്പോഴും ശൈശവ അവസ്ഥയിലാണ്. തീർച്ചയായും അതിനെ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് വളർത്തിക്കൊണ്ട് വരിക. അപ്പോൾ ഞാനിവിടെ ഈ കാണിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കിളിഞ്ഞാവൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ കോറൽ ബെറി എന്ന് പറയുന്ന ഒരു ചെടിയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ മരമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഒരു രംഗം എന്ന് പറഞ്ഞാൽ ഇത് പൂത്തു കായ പിടിച്ച് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കായകൾ പഴുക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള ഒരു രംഗമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കറുത്തതും അല്ലെങ്കിൽ പഴുക്കാനായിട്ട് പോകുന്നതുമായ ഒരു അവസ്ഥയിലുള്ള ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഇത് ഈ കായകൾ പഴുത്ത് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗി നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ചെടി അല്ലെങ്കിൽ ഈ മരം വച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് 2-3 ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഒന്ന്, നമ്മുടെ ഡയബറ്റിക് എന്ന് പറയുന്ന അസുഖം ഉള്ളവർക്ക് ഈ പഴങ്ങൾ കഴിച്ചാൽ അതിൻ്റെ അസുഖങ്ങളെ അല്ലെങ്കിൽ ഈ ഷുഗറിൻ്റെ അസുഖത്തെ നിയന്ത്രിച്ച് നിർത്താൻ ഫലപ്രദമായ ഒരു ഫ്രൂട്ട്സാണ് ഈ കിളിഞ്ഞാവൽ അല്ലെങ്കിൽ കോറൽ ബെറി. അതുപോലെ തന്നെ നമ്മുടെ കിളികൾക്ക് അല്ലെങ്കിൽ പക്ഷികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട്സാണ്. അതായത് ഈ ഫ്രൂട്ട്സ് പിടിച്ച് അത് പഴുത്ത് തുടങ്ങുമ്പോൾ തന്നെ കിളികൾ കൂട്ടമായി എത്തി ഇത് ഇങ്ങനെ കഴിക്കുന്നതാണ്. അപ്പോൾ അവർക്കും ഭക്ഷണമായിട്ട് നമുക്ക് ഇത് നൽകാവുന്നതാണ്. പിന്നെ നമ്മുടെ പൂന്തോട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചെടികളുടെ കൂട്ടത്തിൽ വീടിൻ്റെ ഫ്രണ്ടിലോ സൈഡുകളിലോ ഇത് നട്ടു വളർത്തുകയാണെങ്കിൽ ഇത് ഫ്രൂട്ട്സ് എല്ലാം പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. എൻ്റെ വീടെന്ന് പറയുന്ന ഈ റോഡിൻ്റെ സൈഡിലാണ്, ആരട്ട റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ ഇത് ചോദിക്കാറുണ്ട്, ഇത് എന്ത് ചെടിയാണ്, ഇതൊന്ന് തരുമോ, ഇതിൻ്റെ തൈകൾ കിട്ടുമോ എന്ന്. ഇതിൻ്റെ തൈകൾ നമുക്ക് ധാരാളം ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെ കായ്കൾ അല്ലെങ്കിൽ ഇതിൻ്റെ സീഡെടുത്ത് വളരെ എളുപ്പത്തിൽ തന്നെ മുളപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇത് ഏകദേശം 1 വർഷം കൊണ്ട് തന്നെ ഇതിൽ കായകൾ പിടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് നല്ലതുപോലെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്, അത് ആരംഭിച്ചിട്ടുണ്ട്, നല്ലപോലെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അവസാനം നിങ്ങൾ കാണുകയാണെങ്കിൽ എല്ലാ കായകളും നല്ല പഴുത്ത് നല്ല കറുത്ത കളറായി കിട്ടും. നല്ല മുന്തിരി കുലകൾ ഇങ്ങനെ നിൽക്കുന്ന മാതിരി, പഴുത്ത മുന്തിരി കുലകൾ നിൽക്കുന്ന മാതിരി നിങ്ങൾക്ക് ഇതിനെ കാണാൻ കഴിയും. അത്രയ്ക്ക് ഭംഗിയാണ് ഈ ചെടി കാണുന്നതിന്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിൻ്റെ 1-2 അല്ലെങ്കിൽ 3 തൈകൾ വാങ്ങി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നടുക. ഇതിന് പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട. വേരുകളൊന്നും നമ്മുടെ വീടിനെയോ അല്ലെങ്കിൽ മതിലിനെയോ ബാധിക്കുന്നതല്ല. വളരെ ചെറിയ വേരുകളാണ്. അതുപോലെ തന്നെ ഇത് കൃഷി ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. ആദ്യത്തെ 1 വർഷം ജലസേചനം കൃത്യമായി നടത്തുക. അതിനുശേഷം ജലസേചനമൊന്നും ചെയ്യേണ്ട. നമ്മുടെ സീസണിൽ പെയ്യുന്ന മഴ മാത്രം മതി ഇത് വളർന്നു കിട്ടാൻ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഇപ്പോഴും ഈ ചാനൽ വളരെ ശൈശവ അവസ്ഥയിലാണ്. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതിനെ ഉയർത്തിക്കൊണ്ട് വരിക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.